ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സോ ടുഡേ ഈസ് October 2nd. ഒരു ഗുഡ് ഗേൾ പാർട്ട് വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ. ഈ ഒരു മന്തിൽ ഞാൻ സാധാരണ രാവിലെ എഴുന്നേൽക്കുന്ന ആളാണ്, ബട്ട് കുറച്ച് നാളുകൊണ്ട് എനിക്ക് ഞാൻ രാവിലെ എഴുന്നേൽക്കാറില്ല. ഐ ഡോണ്ട് നോ വൈ. പിന്നെ അപ്പം രാവിലെ എഴുന്നേൽക്കണം. എനിക്ക് രാവിലെ എഴുന്നേൽക്കാനുണ്ട്. രാവിലെ എഴുന്നേൽക്കാം, പിന്നെ നല്ല ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഒരു എക്സസൈസ് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്ത ഒരു ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇതെല്ലാം ഫുള്ള് തീറ്റി ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നോട്ട് പിന്നെ മാരേജ് എടുക്കാനായി അതിൻ്റേതായ കുറേ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്തു. ഹെയർ ഞാൻ ഇനി വിട്ടില്ല എന്ന് തീരുമാനിച്ചു കുറച്ച് നാളത്തേക്ക്. അപ്പോൾ അങ്ങനെ കുറേ തീരുമാനങ്ങൾ എടുത്ത ദിവസമാണിന്ന്. സോ നമുക്ക് ഫസ്റ്റായിട്ട് രാവിലെ എഴുന്നേൽക്കണമെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റു. ഇനി നമുക്കൊരു എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗ്രൗണ്ടിൽ പോയിട്ട് എന്തെങ്കിലും ഓഡിയോ, എന്തെങ്കിലും റണ്ണിങ്ങോ അല്ലെങ്കിൽ ജസ്റ്റ് നടക്കുകയോ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാണ്. അപ്പോൾ ഒന്ന് റെഡിയൊക്കെ ആയിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ ഗ്രൗണ്ടിലോട്ട് പോകാം. പിന്നെ ഇന്ന് വിജയദശമിയാണ്. വന്നതിന് ശേഷം എനിക്ക് കുളിച്ചിട്ട് റെഡിയായിട്ട് അമ്പലത്തിൽ പോകണം. അപ്പോൾ ഏകദേശം ഒരു 7 o'clock ആയിട്ടുണ്ട്. ഞാനൊരു 8-ന് തിരിച്ചു വരും. പിന്നെ ഒരു 8:30 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അമ്പലത്തിൽ പോകാം. അത് കഴിഞ്ഞ് കുറേ പരിപാടീസ് ഇന്നുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം വഴിയെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ പോയി എന്താ ചെയ്യാം, ആദ്യമേ നമുക്ക് പോയി ബ്രഷ് ചെയ്ത് ഗ്രൗണ്ടിൽ പോയി എക്സസൈസ് ചെയ്തിട്ട് വരാം. സോ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക കേട്ടോ. ഞാൻ കാണിക്കുന്നതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നവരൊക്കെയാണെങ്കിൽ ഫോളോ ചെയ്യാം. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു. നെക്സ്റ്റ് പ്രോസസ്സൊക്കെ നമുക്ക് വഴിയെ ഞാൻ പറയും. ഓക്കെ, ഞാൻ ഗെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡ്രിങ്ക് കുടിച്ചിട്ട് ഇറങ്ങാം. ഇത് ചിയാ സീഡും ലെമണും തേനും ഹണിയും പിന്നെ ചൂടുവാട്ടും, അതാണ് കേട്ടോ. അതെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഡ്രിങ്കാണ് ഫസ്റ്റ് ഇൻ ദ മോർണിംഗ്. ഇഫ് യു വാണ്ട് ഇത് കോഫി ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാം. അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു എനർജറ്റിക് ഡ്രിങ്കാണ് കോഫി. സോ ചൂസ് വാട്ട് എവർ യു വാണ്ട്. ഞാനിത് എടുത്തു, കുടിച്ചിട്ട് പോയി ഓടിയിട്ട് വരാം. 7:30 ആയി. എനിക്കൊരു 8:15 ആകുമ്പോഴേക്കും തിരിച്ചെത്തണം. കാരണം എനിക്ക് അമ്പലത്തിൽ പോകണം. 9 മണിയാണ്. സോ ഓൾ സെറ്റ്. ഇനി ഞാൻ പോയി ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാം. വേറെ ഒന്നും എടുക്കണ്ട. പിന്നെ മെയിനായിട്ട് ഹെഡ്സെറ്റ്, പിന്നെ നമ്മുടെ വാട്ടർ ബോട്ടിൽ, ഇത്ര എടുത്താൽ മതി. അപ്പം ഞാൻ പോയിട്ട് വരാം. വന്നിട്ട് പറയാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 4000ഓളം സ്റ്റെപ്സാണ് ഞാൻ വാക്ക് ചെയ്തില്ല, റൺ ചെയ്യാനാണ് ചെയ്തത്. ഓരോ കിലോമീറ്ററും
ഓടുക, അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം 4 റൗണ്ട്സോളം ഞാൻ പോയി. അതുകൊണ്ടാണ് 4 റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ സംതിങ് അത്രയും വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന വഴിക്ക് ഒരു കരിക്കൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ഞാൻ ഓടാൻ പോകുന്ന ദിവസം എല്ലാം ഒരു കരിക്ക് വാങ്ങി കുടിക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് റെഡി ആവുകയാണ്. ഇത് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോകണമായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഓടാൻ പോയിട്ടുണ്ട്, അമ്പലത്തിൽ പോകണമായിരുന്നു. സോ ഞാൻ അമ്പലത്തിൽ പോകാനുള്ള റെഡിയായാലാണിത്. അപ്പോൾ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ ഒരു ചുരിദാറാണ് കേട്ടോ. ഇതിൻ്റെ ആ സൈഡിലെ ലേസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഈ ഒരു ബ്ലൂ കളർ എനിക്കില്ലാന്ന് തോന്നുന്നു. അതുപോലെ ഈ കമ്മലും എനിക്ക് സെയിം ആൾ ഗിഫ്റ്റ് ചെയ്ത സാധനമാണ്. അപ്പം അത് ഞാൻ വോയിസ് എടുത്തു, പക്ഷേ അതെന്താണെന്നറിയില്ല, അത് വന്നില്ല. അപ്പം പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഞാൻ അമ്പലത്തിൽ വന്നു. ആസ് യൂഷ്വൽ എൻ്റെ ലൈഫ് മീൻസ് തിരുവനന്തപുരത്ത് നിൽക്കുന്ന സമയത്ത് എന്ത് കുഞ്ഞു കാര്യം ഉണ്ടെങ്കിലും ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ആദ്യം ഓടി വരുന്നത് ഇവിടെയാണ് കേട്ടോ, തൃപ്പാദപുരത്താണ്. തൃപ്പാദപുരം അല്ല ഞങ്ങൾ നിൽക്കുന്ന ഫ്ലാറ്റിനായിട്ട് അടുത്തുള്ള ടെമ്പിൾ, ബട്ട് ഞാൻ എപ്പോഴും യൂഷ്വലി ഇവിടെ തന്നെയാണ് വരാറ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ടെക്നോ പാർക്ക് ക്ലബ്ബിൽ വന്നു. ഇതാണ് ഞങ്ങളുടെ ടെക്നോ പാർക്ക് ക്ലബ്ബ്. ടെക്നോ പാർക്ക് ക്ലബ്ബിലാണ് നമ്മൾ സ്വിമ്മിങ്, ഷട്ടിലുണ്ട്, ബാഡ്മിൻ്റൺ, അങ്ങനെ ടേബിൾ ടെന്നീസ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ എനിക്ക് ഇന്നത്തെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആക്ച്വലി 10:30 എനിക്ക് ഡാൻസ് ക്ലാസ്.
ഓക്കേ, അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു. ഡാൻസ് വലിയ കാര്യത്തിലുള്ള ഡാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ആക്ച്വലി ചെറുതായിട്ട് നമ്മളുടെ ചിലങ്ക പൂജയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ തിരിച്ച് വന്നു ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയായി, ഒന്നുമില്ല, ജസ്റ്റ് മുറിക്കൊന്ന് കെട്ടി വെച്ചു. അപ്പോൾ ഇനി എൻ്റെ ഫ്രണ്ട് വരും. അപ്പോൾ ആളുടെ കൂടെ നമുക്ക് ലുലുവിൽ പോകണം, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം. അതിനുശേഷം നമുക്ക് വീട്ടിൽ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഓൾറെഡി. ഇനി കുറച്ച് നേരം അവിടെ വെറുതെ ഇരിക്കാം, ആൾ വരുന്നവരെ റെസ്റ്റ് എടുക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് വന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ജസ്റ്റ് ഒന്ന് തിരുവനന്തപുരം കറങ്ങാനൊന്നുമല്ല, ജസ്റ്റ് ഫുഡ് കഴിക്കുക, വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പം അന്ന് ഞങ്ങൾ ബാർബിക്യൂ സ്പേസിൽ പോയി ജമൈക്കൻ മന്തിയാണ് കഴിച്ചത്. ആക്ച്വലി ട്രിവാൻഡ്രത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മന്തിയാണ് ജമൈക്കൻ മന്തി. റേറ്റ് കൂടുതലാണ്, ഓഫ് കോഴ്സ് റേറ്റ് കൂടുതലാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഐ തിങ്ക് ഒരു ഹാഫിനോ ക്വാർട്ടറിനോ 435 എങ്ങാണ്ടാണ് റുപ്പീസ്. പക്ഷേ അതിൻ്റെ റൈസും അതിൻ്റെ മസാലാസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മന്തി മനസ്സിലാണ് എല്ലാവരും പറയണത്, പക്ഷേ എനിക്ക് ജമൈക്കൻ മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഒരു ക്വാർട്ടർ വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെയും കഴിക്കുകയാണ് ചെയ്തത്. അപ്പം ഒരു ക്വാർട്ടർ ഒരാൾക്ക് കഴിക്കാനുള്ളൊരു അതുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ ശംഖുമുഖം പോയി. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ വന്നപ്പം കളരിയുടെ ഒരു കളരി പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇത് ഫേസ് 3 അവരുടെ ഈ സ്കൂൾ വരുന്നത്. അത് ഇവരുടെ ഈ അനൗൺസ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴോ കേട്ടാണ്. ഇതിൻ്റെ പേര് കാര്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഇത് കണ്ടുകൊണ്ട് നിന്നുപോയി. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, സ്വിമ്മിങ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കളരി പഠിക്കണമെന്ന്. കുഞ്ഞിലേ ഉള്ള ആഗ്രഹമാണ് സ്വിമ്മിങ് പഠിക്കുക, കളരി പഠിക്കുക, വയലിൻ പഠിക്കുക, ഡാൻസ് പഠിക്കുക. അങ്ങനെ ഡാൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, സ്വിമ്മിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ എനിക്കിനി കളരിയിലേക്ക് പോകണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മളെ ലുലുവിൻ്റെ കാർ പാർക്കിങ്ങിൽ ആ ഒരു ഏരിയയിൽ തന്നെ ഉള്ളൊരു ഷോപ്പാണിത്. ഷോപ്പിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, സംതിങ് ലൈക്ക് സംതിങ്. അപ്പോൾ ഇവിടെ ഐസ്ക്രീംസും ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിന് ഭയങ്കര ക്യൂ ആയിരുന്നു. സംതിങ് ലൈക്ക് ഐസ് റോൾ എന്നെങ്ങാണ്ടാണ്, ഐസ്ക്രീം റോൾ ഇത്. പക്ഷേ അപ്പോൾ എനിക്കും കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഇത് ഒരെണ്ണം മേടിച്ച് കഴിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് എനിക്ക് രസമുണ്ടെന്ന് തോന്നി. അങ്ങനെ ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് റെഡ് വെൽവെറ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. ഇതാ ബോൾസാക്കി ഇങ്ങനെ തരുമ്പോൾ, റാപ്പാക്കി ഇങ്ങനെ തരുമ്പോൾ നല്ല രസമാണ് കാണാനും. അതിങ്ങനെ ആ ഒരു മെഷീനിൽ നിന്ന് എടുക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഇതിൻ്റെ കഴിഞ്ഞിട്ട് ബ്ലൂബെറിയുടെ ഉണ്ട്. അങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.